ചെങ്കോട്ടയിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തിയതോടുകൂടി 79ാമത് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ചെങ്കോട്ടയിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു. പാകിസ്ഥാന്റെ ആണവ ഭീഷണിക്ക് മറുപടി നൽകുകയാണ് പ്രധാനമന്ത്രി. ആണവായുധം കാട്ടി ഭാരതത്തെ വിരട്ടേണ്ട, സിന്ധു നദീജല കരാറിൽ പുനരാലോചനയില്ലെന്നും രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്നത് ഉറച്ച തീരുമാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 7 പതിറ്റാണ്ടായി രാജ്യത്തെ കർഷകർക്ക് ലഭിക്കേണ്ട ജലം ശത്രു രാജ്യത്തേക്ക് ഒഴുകി. സിന്ധു നദീജലം ഭാരതത്തിലെ കർഷകരുടേതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരർക്ക് അർഹമായ തിരിച്ചടി നൽകിയെന്നും ധീരജവാന്മാരെ സല്യൂട്ട് ചെയ്യുന്നതായും ചെങ്കോട്ട പ്രസംഗത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. भारत ने तय कर लिया है, खून और पानी एक साथ नहीं बहेंगे। अब देशवासियों को भली भांति पता चला है कि सिंधु का समझौता कितना अन्यायपूर्ण है, कितना एक तरफा है। भारत से निकलती नदियों का पानी दुश्मनों के खेत को सींच रहा है और मेरे देश के किसान, मेरे देश की धरती पानी के बिना प्यासी है। ये ऐसा समझौता था जिसने पिछले 7 दशक से मेरे देश के किसानों का अकल्पनीय नुकसान किया है। अब हिंदुस्तान के हक का जो पानी है उस पर अधिकार सिर्फ और सिर्फ हिंदुस्तान का है, हिंदुस्तान के किसानों का है। आज मैं बहुत गर्व के साथ एक बात का जिक्र करना चाहता हूं। आज से 100 साल पहले एक संगठन का जन्म हुआ, राष्ट्रीय स्वयंसेवक संघ। 100 साल की राष्ट्र की सेवा एक बहुत ही गौरवपूर्ण स्वर्णिम पृष्ठ है। व्यक्ति निर्माण से राष्ट्र निर्माण के संकल्प को लेकर के 100 साल तक मां भारती का कल्याण का लक्ष्य लेकर के लक्षावधि स्वयंसेवकों ने मातृभूमि के कल्याण के लिए अपना जीवन समर्पित किया है। सेवा, समर्पण, संगठन और अप्रतिम अनुशासन ये जिसकी पहचान रही है, ऐसा राष्ट्रीय स्वयंसेवक संघ दुनिया का ये सबसे बड़ा एनजीओ है। एक प्रकार से 100 साल का उसका समर्पण का इतिहास है। आज लाल किले की प्राचीर से 100 साल की इस राष्ट्र सेवा की यात्रा में योगदान करने वाले सभी स्वयंसेवकों को आदरपूर्वक स्मरण करता हूं और देश गर्व करता है राष्ट्रीय स्वयंसेवक संघ की इस 100 साल की भव्य समर्पित यात्रा को, और हमें प्रेरणा देता रहेगा। मेरे प्यारे देशवासियों, ജിഷ്ണു കൃഷ്ണൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ജിഷ്ണു, വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, പ്രത്യേകിച്ച് ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്ന ഘട്ടത്തിൽ ശത്രുരാഷ്ട്രത്തിനും ഭീകരശക്തികൾക്കും ശക്തമായ താക്കീത് ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുകയാണ്. അതിൽ അദ്ദേഹം പാകിസ്ഥാനോട് കൃത്യമായി പറയുന്നു, സിന്ധു നദീജല കരാറിൽ നിന്നും പിന്മാറിയ നടപടിയെപ്പറ്റി ഇനിയൊരു പുനരാലോചനയില്ല എന്ന് കൃത്യമായി പ്രധാനമന്ത്രി പറയുകയാണ്. ജലവും രക്തവും ഒഴുക്കുക അസാധ്യമാണ്. മാത്രമല്ല, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പാകിസ്ഥാനിലേക്ക് ഒഴുകിയ സിന്ധു നദിയിലെ ആ ജലത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ ഭാരതത്തിലെ കോടിക്കണക്കിന് വരുന്ന കർഷകരാണ്. അതിനാൽ ഒരു രീതിയിലും പാകിസ്ഥാനുമായി സന്ധി ചെയ്യില്ല എന്ന കൃത്യമായ സന്ദേശമാണല്ലോ ചെങ്കോട്ട പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത്. ജിഷ്ണു, ഗൗതം, 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ ഐതിഹാസികമായിട്ടുള്ള ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്തിട്ടുള്ള പ്രധാനമന്ത്രി പാകിസ്ഥാനും ഭീകരതയ്ക്കും കൃത്യമായിട്ടുള്ള മറുപടി നൽകി. ഒപ്പം ഭാരതത്തിൻ്റെ മുൻപോട്ട് പോക്ക് സംബന്ധിച്ചുള്ള കൃത്യമായ മാർഗനിർദ്ദേശം, രാജ്യത്തിനകത്തുള്ള സമകാലീന സംഭവങ്ങൾ സംബന്ധിച്ച് അങ്ങനെ എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം. ഏകദേശം 105 മിനിറ്റിലധികം നീണ്ടുവന്ന പ്രസംഗത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞിട്ടുള്ള വാക്ക്
ഒന്ന് ആത്മനിർഭരതയും വികസിത ഭാരതവും തന്നെയാണ്. അത്തരത്തിൽ വ്യക്തമായ കാഴ്ചപ്പാട് ഭാരതത്തിൻ്റെ മുൻപോട്ട് പോക്ക് സംബന്ധിച്ച് നിലവിലെ ഭരണ നേതൃത്വത്തിലുണ്ട്. ഒപ്പം അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങിയത് സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നത് അനേകായിരം ധീരദേശാഭിമാനികളുടെ ത്യാഗത്തിൻ്റെ ഫലമാണ്. അത്തരം സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം കഴിഞ്ഞ കുറച്ചധികം പതിറ്റാണ്ടുകളായി വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഭാരതം മുൻപോട്ട് പോകുന്നു. ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറും നിലവിൽ ഭീകരതയ്ക്കെതിരെ ഭാരതം നടത്തുന്ന പ്രവർത്തനങ്ങളും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. ഓപ്പറേഷൻ സിന്ദൂർ മേക്ക് ഇൻ ഇന്ത്യ എന്ന ആശയത്തിൻ്റെ ശക്തിയാണ് തെളിയിച്ചിട്ടുള്ളത്. മേക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ആത്മനിർഭരത നടപ്പാക്കിയിരുന്നില്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് നമുക്ക് ഈ കാലഘട്ടത്തിൽ ആലോചിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു. പക്ഷേ പ്രതിരോധ മേഖലയിലും മേക്ക് ഇൻ ഇന്ത്യ നടപ്പാക്കിയതിലൂടെ ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി പ്രവർത്തിപ്പിക്കാൻ നമ്മുടെ സൈന്യത്തിന് സാധിച്ചു. കൂടാതെ പാകിസ്ഥാന് മേൽ കൃത്യമായിട്ടുള്ള മറുപടി, ആണവ ഭീഷണി ഇനി വിലപ്പോകില്ല എന്ന് കൃത്യമായി തന്നെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി. ആണവ ഭീഷണി കൊണ്ട് വിരട്ടാനോ ഭീഷണിപ്പെടുത്താനോ പാകിസ്ഥാൻ ശ്രമിക്കേണ്ട. അത്തരം ഭീഷണികൾക്ക് വഴങ്ങാതെ കൃത്യമായിട്ടുള്ള മറുപടി ഭീകരതയ്ക്ക് നൽകിക്കൊണ്ടേയിരിക്കും. ഏതെങ്കിലും തരത്തിൽ ഭാരതത്തിൻ്റെ അഖണ്ഡതയോ ജനങ്ങളുടെ സമാധാനമോ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രകോപനങ്ങളുണ്ടായാൽ ഭീകരതയ്ക്കെതിരെ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകും. അതിന് ആണവ ഭീഷണി കൊണ്ട് യാതൊരു തരത്തിലുമുള്ള കാര്യമില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരരെയും ഭീകരർക്ക് നേതൃത്വം നൽകുന്നവരെയും അതിന് ഗൂഢാലോചന നടത്തുന്നവരെയും മണ്ണിനടിയിലാക്കാൻ ഭാരതത്തിന് സാധിച്ചു. ഒപ്പം ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിലൂടെ കഴിഞ്ഞ 7 പതിറ്റാണ്ടായി ഭാരതത്തിലെ കർഷകർക്ക് അവകാശപ്പെട്ടിരുന്ന ജലമായിരുന്നു സിന്ധു നദിയിലൂടെ ഭാരതത്തിൻ്റെ ജലം ശത്രു രാജ്യത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നത്. അത് റദ്ദാക്കാൻ സാധിച്ചു. അതിൽ ഇനിയൊരു പുനരാലോചന ഇല്ല എന്ന് വളരെ കൃത്യമായി തന്നെ പ്രധാനമന്ത്രി കാട്ടുകയുണ്ടായി. വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്നുള്ളത് ഉറച്ച തീരുമാനമാണ്. അതിലിനിയൊരു മാറ്റവുമില്ല. ഭീകരതയ്ക്കെതിരെ ശക്തമായ മറുപടി നൽകും. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ്റെ ഉറക്കം കെടുത്തുകയാണ് ഭാരതം ചെയ്തിട്ടുള്ളത്. സൈന്യത്തിൻ്റെ ശക്തി ലോകം മുഴുവൻ കണ്ടു. ധീര ജവാന്മാരെ സല്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. തുടർന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് മുഴുവൻ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മുൻപോട്ടുള്ള വർഷങ്ങളിൽ അടുത്ത പതിറ്റാണ്ടിൽ ഭാരതം എന്ത് ചെയ്യണമെന്ന വ്യക്തമായ കാഴ്ചപ്പാടും അതിൻ്റെ ഒടുവിലത്തെ ലക്ഷ്യവുമാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഭാരതം നടന്നു കയറും. അതിനുള്ള പ്രവർത്തനങ്ങൾ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് വേണം ചെയ്യാൻ. അതിൻ്റെ മാർഗം എന്നുള്ളത് വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കേണ്ടതിൻ്റെ മാർഗം എന്നുള്ളത് ഞാൻ ജിഷ്ണുവിലേക്ക് തന്നെ മടങ്ങിയെത്താം. കാരണം ചെങ്കോട്ടയിൽ അദ്ദേഹം ഏതാണ്ട് 2.5 മണിക്കൂറിനടുത്ത് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ വിവിധ വിഷയങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിക്കുന്നുണ്ട്. ഒന്ന്, ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള വിഷയങ്ങളിൽ ഭീകരതയ്ക്കെതിരെ ഭാരതം എടുത്തിട്ടുള്ള നിലപാടുകൾ. ഒപ്പം 2047 ഭാരതം അതിൻ്റെ 100ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ ഈ രാഷ്ട്രം എങ്ങനെയാണ് വികസിത ഭാരതം എന്ന സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കേണ്ടത് തുടങ്ങി വിവിധ വിഷയങ്ങൾ കൃത്യമായ ഒരു റോഡ് മാപ്പ് തയ്യാറാക്കിക്കൊണ്ട് എങ്ങനെയാണ് 2047 പോകേണ്ടത് എന്നതിൻ്റെ ദിശാസൂചിക നൽകുന്ന പ്രസംഗമാണ് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്.